സ്റ്റാലിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റാലിൻ, ഇടുക്കിയുടെ പൊതുചിത്രത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുമുണ്ട്. BJPയും ഇത്തവണ മലയോര മേഖലകളിൽ കരുത്തറിയിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട്. എന്താണ് മലയോരം പറയുന്ന രാഷ്ട്രീയം? കൊട്ടിക്കലാശം എങ്ങനെ പുരോഗമിക്കും? സജിത്തെ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഏതാണ്ട് അവസാനിക്കുന്ന ഒരു സമയത്തേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും കൊട്ടിക്കലാശം വളരെ ശക്തമായ രീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മൂന്ന് മുന്നണികളും വളരെ ശക്തമായിട്ടുള്ള പ്രകടനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയും തൊടുപുഴ മുനിസിപ്പാലിറ്റിയും കഴിഞ്ഞാൽ പിന്നെ മലയോര മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷണൽ ആസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശങ്ങളാണ് നടക്കുന്നത്. ചെറുതോണിയാണെങ്കിലും മുരിക്കാശ്ശേരി ആണെങ്കിലും അങ്ങനെ ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശവും വലിയ പ്രകടനങ്ങളുമൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ പലയിടങ്ങളിലും സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ മലയോര മേഖലകളിലെ മിക്കവാറും എല്ലാ മേഖലകളിലും അതുപോലെ ഈ കേരള കോൺഗ്രസിന്റെ വലിയ പ്രാതിനിധ്യവും ഒക്കെ ഉള്ള പ്രദേശങ്ങളാണ് ഇടുക്കി. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ജോസഫ് വിഭാഗത്തിന്റെയും മാണി വിഭാഗത്തിന്റെയും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സ്ഥാനാർത്ഥികളുടെ മത്സരങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ് മുരിക്കാശ്ശേരി പോലെയുള്ള ഡിവിഷനുകളിലൊക്കെ. അതേപോലെ തന്നെ ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന, പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന മേഖലകളിൽ CPMന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും മുഖ്യ കക്ഷികളാണ് അവിടെ മത്സരരംഗത്തുള്ളത്. എന്താണേലും ചെറുതോണി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുന്നു. അത് വളരെ ശക്തമായി തന്നെ പല മേഖലകളിൽ നിന്നും വാർഡുകളിൽ നിന്നും എല്ലാമുള്ള പ്രവർത്തകരും വാഹനങ്ങളും എല്ലാം അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കേണ്ടതുള്ളത്, മറ്റു തെരഞ്ഞെടുപ്പുകളെ പോലെ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു കൊട്ടിക്കലാശമല്ല ഇവിടെ നടക്കുന്നത്. കാരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ വാർഡുകൾ കേന്ദ്രീകരിച്ചും പ്രവർത്തകരുടെ വലിയ റാലിയും വലിയ പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രകടനമല്ല ഇന്നിപ്പോൾ നമുക്ക് കാണാനാവുന്നത്. എന്തായാലും മലയോര മേഖലയും തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി കഴിഞ്ഞു. വലിയ തോതിലുള്ള വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോൾ മൂന്നാമത്തെ മുന്നണിയായിട്ടുള്ള NDA സഖ്യവും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രകടനങ്ങൾ എല്ലാം നടത്തുന്നത്. കട്ടപ്പനയെ സംബന്ധിച്ച് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്നത് UDF ആണ്. UDFിൽ നിന്നും തിരിച്ചുപിടിക്കാനുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഇപ്പം നിലവിൽ അത് LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. LDFിൽ നിന്നും തിരിച്ചുപിടിക്കാനുള്ള ശ്രമം UDF നടത്തുന്നു. ഇതിൽ കൂടി പരമാവധി വോട്ട് സംഭരിച്ച് തങ്ങളുടെ ശക്തി തെളിയിക്കാനും കാലാനുസൃതമായിട്ടുള്ള NDAയുടെ വളർച്ചയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ, പ്രത്യേകിച്ചും ചില സ്ഥലങ്ങളിലെല്ലാം അവർ പിന്നിലോ തൊട്ടടുത്തോ വരാൻ വരെ സാധ്യതയുള്ള പല മണ്ഡലങ്ങളുമുണ്ട്. അങ്ങനെ ആ തരത്തിലുള്ള ശക്തി പ്രകടനം കൂടിയാണ് NDAയും തെളിയിക്കുന്നത്. എന്തായാലും ഏതാണ്ട് അരമണിക്കൂറിനകം ഈ കൊട്ടിക്കലാശം അവസാനിക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രചരണ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇടുക്കിയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്.
കൊട്ടിക്കലാശം അതിന്റെ ആവേശ കാഴ്ചകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇനി അരമണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ സമയത്തും ആവേശക്കടലൊരുക്കിക്കൊണ്ടാണ് ഞങ്ങളാണ് മുന്നിൽ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് എല്ലാ മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും പ്രചരണ രംഗത്ത് അവസാന നിമിഷങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത്. വ്യത്യസ്തമായ പ്രചരണ രീതികളുടെ അവസാനം ആ കുട്ടിക്കലാശം പതിവാവേശം വിടാതെ കുട്ടിക്കലാശത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ഒരു മുന്നണിക്കും കഴിയുന്നില്ല. കാരണം ആവേശം അത്രയും കൊടുമ്പിരി കൊണ്ടാണ് നിൽക്കുന്നത്. ബി അരുണുണ്ട്. അരുൺ ഇപ്പോൾ എവിടെ എത്തി? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ആവേശം ഓരോ സ്ഥലം പിന്നിടുമ്പോഴും കൂടി വരുന്നു. ഞാനിപ്പോൾ വിദൂര ജംഗ്ഷനിലാണ്. തൊളിക്കോട് കണ്ടതിൽ സമാനമായ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെയുമുണ്ട്. വലിയ ആവേശത്തോടുകൂടി ഇവിടെ CPM-ന്റെയും ഇടതുമുന്നണിയുടെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും പ്രവർത്തകരാണ് കൂടുതലുമുള്ളത്. അവർ രണ്ടുപേരും ആണ് ഈ ജംഗ്ഷനിൽ സംഘടിച്ച് വലിയ ആവേശത്തോടുകൂടി ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമാകുന്നത്. മത്സരിച്ചുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയാണ് ഇവിടെ ഉള്ളത്. വലിയ പതാകകളൊക്കെ വീശിക്കൊണ്ട് കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രവർത്തകർ വലിയ പതാകകൾ വീശിക്കൊണ്ടായി കെട്ടിടത്തിന് മുകളിലും താഴെയുമൊക്കെയായി അക്ഷരാർത്ഥത്തിൽ ഈ കൊട്ടിക്കലാശ ആവേശം പ്രകടിപ്പിക്കുകയാണ്. ഇനി മിനിറ്റുകൾ മാത്രം ബാക്കിയാണ് കൊട്ടിക്കലാശം പരസ്യ പ്രചരണം അവസാനിക്കാൻ. നാളെ ഇനി ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിന് ദിവസമാണ്. ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണം. പ്രാദേശിക സാഹിത്യത്തെ സൂചിപ്പിച്ച പോലെ ഒരു നടപ്പാതയുടെയോ ഒരു കലിങ്കിന്റെയോ ഒക്കെ പ്രശ്നങ്ങൾ തുടങ്ങി അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചയ്ക്ക്, പലസ്തീനും അടക്കമുള്ള വിഷയങ്ങൾ വരെ ചർച്ചയ്ക്ക് തുറന്നുവച്ച ഒരു തെരഞ്ഞെടുപ്പാണിത്. എല്ലാം ആ രീതിയിൽ ഓരോ പ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രകടനങ്ങളിലെ അവരുടെ കവരപ്രസംഗങ്ങളൊക്കെ അതിന്റെ അജണ്ട നിശ്ചയിക്കുന്നത്, അതിന്റെ വിഷയങ്ങൾ നിശ്ചയിക്കുന്നത്. അങ്ങനെ എല്ലാ വിഷയങ്ങളും ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ അവസാനം, ആദ്യഘട്ടത്തിന്റെ അവസാന പരസ്യ പ്രചരണ മിനിറ്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.